ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ഔദ്യോഗിക മാധ്യമ വിഭാഗമായ ജയസി ന്യൂസിൻ്റെ ക്രൂശിനരികെ എന്ന ധ്യാന പ്രോഗ്രാമിലേക്ക് വിനയപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വചനാധിഷ്ഠ പരിപാടിയിലൂടെ വചനം ശ്രവിക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ അനുഗ്രഹീത നാളുകളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 4-ാമത്തെ ആഴ്ചയിലേക്ക് പ്രാർത്ഥനാപൂർവം നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ 4-ാമത്തെ ഞായറാഴ്ച ധ്യാനചിന്തയ്ക്കായിട്ട് പിതാക്കന്മാരെ ക്രമീകരിച്ച് തന്നിട്ടുള്ളത് ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യഭാഗം. ക്നാനയിത്ത ഞായർ എന്ന് വിളിക്കപ്പെടുന്ന ഈ ദിവസം ക്നാനായക്കാരുടെ മകൾക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നതാണ് പശ്ചാത്തല വിഷയമായിട്ടുള്ളത്. കർത്താവ് സോർ സീദോൻ എന്ന പ്രദേശങ്ങളുടെ അതിർത്തിയിലെത്തുമ്പോൾ കനാനിക്കാരിയായ ഒരു സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ ഓടി വന്ന് ഭൂതോദരവും പ്രാപിച്ച തൻ്റെ മകൾക്ക് സൗഖ്യം നൽകണമേ എന്ന് അപേക്ഷിക്കുകയാണ്. കർത്താവ് മറുപടിയൊന്നും പറയുന്നില്ല. ശിഷ്യന്മാർ വന്ന് ഏതു വിധേനയും അവളെ പറഞ്ഞയക്കണം എന്ന് പറയുമ്പോഴും കർത്താവ് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതായ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് മറുപടി പറയുകയാണ്. വീണ്ടും അവൾ നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് വിഹിതമല്ലല്ലോ എന്ന് കർത്താവ് മറുപടി പറയുകയാണ്. എന്നാൽ വിശ്വാസത്തോടുകൂടെ അവൾ കർത്താവിൻ്റെ അടുക്കൽ പറയുന്നു, യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കുകൾ കൊണ്ട് നായ്ക്കുട്ടികൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഹിതം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ മാത്രയിൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു എന്ന് വചനം നമ്മോട് സംസാരിക്കുകയാണ്. സോർ സീദോൻ പ്രദേശങ്ങൾ അത് കനാന്യർ ഭൂരിപക്ഷമുണ്ടായിരുന്ന സ്ഥലമെന്ന് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. സീദോൻ കനാന്യരാൽ കണ്ടെത്തപ്പെട്ടു എന്നും വചനം നമ്മോട് സംസാരിക്കുന്നുണ്ട്. കനാന്യരും യഹൂദരും പലപ്പോഴും ശത്രുതയിലായിരുന്നു. ഈ സാഹചര്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കനാനിക്കാരിയായ സ്ത്രീ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്ന് അവളുടെ മകളുടെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നിശ്ചയമായിട്ടും കർത്താവിൻ്റെ മൗനവും അവൻ്റെ തിരസ്കരണത്തോടു കൂടിയുള്ള മറുപടിയും ആവർത്തിച്ച് അപേക്ഷിച്ചിട്ടും തനിക്ക് ഫലം ലഭിക്കാതിരുന്നതുമൊക്കെ ഒരുപക്ഷെ കനാന്യ സ്ത്രീയെ തളർത്തിയിട്ടുണ്ടാകാം. എന്നുവരികിലും മടുത്തുപോകാതെ അവൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവളുടെ വിഷയത്തിൽ ഇടപെടുകയാണ്. അവളുടെ മകൾക്ക് സൗഖ്യം ലഭിക്കുകയാണ്. 2-3 ചെറിയ ചിന്തകൾ മാത്രം ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാമെന്ന് കർത്താവിൽ പ്രത്യാശിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, കർത്താവ് ഈ സ്ത്രീയോട് മൗനമായിരിക്കുമ്പോഴും അവളുടെ അപേക്ഷയ്ക്ക് ചെവി കൊടുക്കാതിരിക്കുമ്പോഴും ഒക്കെ കർത്താവ് ഒരു ലക്ഷ്യം ഇവളിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. ആ ലക്ഷ്യം മറ്റൊന്നുമല്ല, ഇവളുടെ വിശ്വാസത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കുവാനും, അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ ഇവൾ വളർന്നു വരുവാനും വേണ്ടിയിട്ടാണ്. പിതാക്കന്മാരിങ്ങനെ പറയുന്നുണ്ട്, കനാന്യ സ്ത്രീയുടെ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം കൊടുക്കാതിരുന്നത് അവൾ വിശ്വാസത്തിൽ കൂടുതൽ സുന്ദരിയായി തീരുവാൻ വേണ്ടിയിട്ടാണെന്ന് പിതാക്കന്മാരിങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പെട്ടെന്ന് മറുപടി പറയാതിരിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ, ചില പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിശ്ചയമായിട്ടും കർത്താവ് വിശ്വാസത്തിൽ അത് നമ്മെ ബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് അനേക ഉദാഹരണങ്ങൾ കാണുവാനായിട്ട് കഴിയും. ശാസ്ത്രി കർത്താവിൻ്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗമിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ
എനിക്ക് പോലും തലചായ്ക്കുവാനായിട്ട് ഒരിടമില്ല, പിന്നെ നീ എന്നെ അനുഗമിക്കുവാൻ തയ്യാറാകുമോ എന്ന് ചോദിച്ച് നിരുത്സാഹപ്പെടുത്തുന്ന രംഗമൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് കർത്താവ് പറയുമ്പോൾ അവൻ്റെ വിശ്വാസത്തിൻ്റെ, തന്നെ അനുഗമിക്കുവാനുള്ള അവൻ്റെ ആഗ്രഹത്തിൻ്റെ ആഴത്തെ ഒന്നറിയുവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, പിന്നെ തന്നെ അനുഗമിക്കുവാനായിട്ട് പറയുമ്പോൾ മരിച്ചവരെ അടക്കുന്നതിനെ പറ്റി പറയുമ്പോൾ മരിച്ചവരെ കബറടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അവിടെയെല്ലാം കർത്താവ് തന്നെ പിൻപറ്റുന്നവർ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതുമാത്രമല്ല, കർത്താവ് സോർ സീതോൻ പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒത്തിരി പേര് തൻ്റെ കൂടെയുണ്ട്. അവരോടൊക്കെ വിജാതിയായ ആ സ്ത്രീയുടെ വിശ്വാസത്തെ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് വിശ്വാസം എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ, പ്രായോഗികമായിട്ടുള്ളൊരു പരിജ്ഞാനം കൊടുക്കുവാനായിട്ട് കർത്താവ് അവിടെ പ്രയത്നിക്കുന്നുണ്ട്. നമുക്കറിയാം, ശതാധിപൻ്റെ ഭൃത്യത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ശതാധിപൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് അപേക്ഷിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാം, അവന് സൗഖ്യം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ശതാധിപൻ അപ്പോൾ പറയുന്നത്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്നാണ്. അവൻ്റെ വിശ്വാസത്തെയും കർത്താവ് മാനിക്കുന്നുണ്ട്. നിശ്ചയമായിട്ടും ഈ കനാനിക്കാരിയായ സ്ത്രീയുടെ അപേക്ഷയ്ക്ക് ആദ്യം മൗനമായിരുന്നതും പിന്നീട് തൻ്റെ മനുഷ്യാവതാര ലക്ഷ്യത്തിൻ്റെ ഓരോ ഘടകങ്ങൾ പ്രസ്താവിക്കുന്നതുമൊക്കെ അവൾ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ വളരുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത് എന്ന് കർത്താവ് അവളെക്കുറിച്ച് സാക്ഷിക്കുവാൻ ഇടയായത്. നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിനിടയിൽ കർത്താവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ ലഭിച്ചില്ല എന്ന് കരുതിക്കൊണ്ട് ഭാരപ്പെടണ്ട, മടുത്തു പോകാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അവനോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ തക്ക സമയത്ത് അവൻ നമുക്ക് പ്രതിഫലം നൽകും. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങൾക്ക് സഹിക്കാവുന്നതിലപ്പുറമുള്ള ഒരു പരീക്ഷയും നിങ്ങൾക്ക് തരില്ല. ഇനി പരീക്ഷ വന്നാൽ പോലും അത് നിങ്ങൾ കൂടുതൽ ശോഭയുള്ളവരായി തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ ഒരുക്കി വച്ചിരിക്കുന്ന ജീവകിരീടത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളിലും പ്രയാസങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തതിലും ഒന്നും മടുത്തു പോകാതെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർന്ന് നിന്ന് വിശ്വാസ തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുവാനും ചേർന്നിരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലളിതമായ രണ്ടാമത് ഒരു ചിന്ത കൂടെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കനാനിക്കാരിയായ സ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടിയാണ് കർത്താവിൻ്റെ അടുക്കൽ യാചിക്കുവാനായിട്ട് വരുന്നത്. തൻ്റെ മകൾക്ക് ബാധിച്ചിരിക്കുന്ന ഭൂതോദ്രവം മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കുവാനായിട്ടാണ് കർത്താവിൻ്റെ അടുക്കൽ വരുന്നത്. ഒത്തിരി നല്ല അമ്മമാരുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ കനാനിക്കാരിയായ സ്ത്രീ നിൽക്കുന്നത്. തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി, തൻ്റെ മകൾക്ക് അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മക്കൾ ദൈവത്തിൻ്റെ പദ്യോപദേശത്തിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി അമ്മമാരുടെ, ചേർത്ത് വെച്ച് പറഞ്ഞാൽ ഒത്തിരി മാതാപിതാക്കളുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ കനാനിക്കാരിയായ സ്ത്രീ നിൽക്കുന്നത്. നിർഭാഗ്യവശാൽ നമുക്കറിയാം, ഇന്ന് നെഗറ്റീവ് വാർത്തകളുടെ കാലമാണ്. നല്ല അമ്മമാരെക്കുറിച്ച് കേൾക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് തിന്മയുടെ പര്യായമായ അമ്മമാരെക്കുറിച്ചാണ് നമ്മൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ കൂടുതൽ ശക്തിയോടെ പറയുന്നതും ഈ അമ്മമാരെക്കുറിച്ചാണ്. സ്വന്തം മക്കളെ പീഡിപ്പിക്കുവാൻ കൂട്ടുനിൽക്കുന്ന അമ്മമാര്, അതല്ല എങ്കിൽ സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് സ്വന്തം സുഖം നോക്കി മറ്റുള്ളവരുടെ കൂടെ പോകുന്ന അമ്മമാര്, മക്കളെ കൊല്ലുന്ന അമ്മമാര്, അങ്ങനെ വേദനപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന ഒത്തിരി അമ്മമാരുടെ ചിത്രത്തിൻ്റെ മുമ്പിൽ, നെഗറ്റീവ് വാർത്തകളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ കനാനിക്കാരിയായ സ്ത്രീ നന്മയുള്ള അമ്മമാരുടെ, നന്മയുള്ള മാതാപിതാക്കളുടെ പ്രതീകമായിട്ട് നിൽക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, അറിയാത്ത കെണികളിൽ പോലും കുഞ്ഞുങ്ങൾ പെട്ടുപോവുകയാണ്. സാത്താൻ്റെ, പിശാചിൻ്റെ പല തന്ത്രങ്ങളും പല കെണികളും ഈ ലോകത്തിൽ നിൽക്കുന്നുണ്ട്. ഭൂതോദ്രവം ബാധിച്ച മകളെ പോലെ ഇന്ന് കെണികളിൽ അകപ്പെട്ടു പോകുന്ന, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ അകപ്പെട്ടു പോകുന്ന, കെണിയിൽ പെട്ടുപോകുന്ന അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന
നല്ല അമ്മമാരായി, നല്ല മാതാപിതാക്കളായി നമ്മൾ മാറണമെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് വചനത്തോട് ചേർന്ന് നിൽക്കാം. വിശ്വാസത്തിൽ നമുക്ക് വളരാം. വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ തലമുറകളെ വളർത്താം. അങ്ങനെ മനുഷ്യാവതാര ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിനായിട്ടുള്ള പ്രവർത്തനത്തിൽ നമുക്കും ചേർന്ന് നിൽക്കുവാനായിട്ട് ഇടവരട്ടെ. കനാനക്കാരിയുടെ മകൾക്ക് സൗഖ്യം കൊടുത്തതായ ഈ ദിവസം അത് നമ്മുടെ വിശ്വാസത്തിന്റെ തീഷ്ണത അളക്കുവാനും ആ വിശ്വാസത്തിന്റെ തീഷ്ണതയെ മനസ്സിലാക്കി കുറവുള്ളവയെ പരിഹരിച്ചുകൊണ്ട് കർത്താവ് വലിയ വിശ്വാസം എന്ന് രേഖപ്പെടുത്തിയതുപോലെ നമ്മുടെ വിശ്വാസത്തെയും മാനിക്കുവാനും അതുപോലെ നമ്മുടെ അടുത്ത തലമുറയെ കൂടെ ആ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനും നമ്മുടെ തലമുറയ്ക്ക് എല്ലാവിധമായ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാനുമുള്ള ദിനങ്ങളായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. ഒരു നിമിഷം നമുക്ക് തലകളെ വണങ്ങാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ സ്വർഗീയനാഥ, ഒരു ദിവസം കൂടെ നിന്റെ വചനത്തിലേക്ക് ചേർന്നിരിക്കുവാൻ നീ നൽകിയ വലിയ സൗഭാഗ്യത്തെ നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് അടിയങ്ങൾ ധ്യാനിച്ചതായ വചനം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, വിശ്വാസത്തിൽ വളർന്നു വരുവാൻ ഈ ചിന്തകൾ ഞങ്ങൾക്ക് ഉപയുക്തമാകട്ടെ. നല്ല മാതാപിതാക്കളായി തീരുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ മക്കളെ പ്രതി പ്രാർത്ഥിക്കുവാൻ, അവർ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ, ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ എല്ലാ ദൈവിക കൃപകളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ, ഉത്തരം അരുളുമാറാകണമേ. ആമീൻ.